പ്രിയപ്പെട്ടവരെ, ഒരു ശരിയും ഒരു തെറ്റും നമ്മുടെ മുമ്പിൽ കണ്ടാൽ ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. അതേസമയം നമ്മുടെ മുമ്പിൽ രണ്ട് ശരി വന്നാൽ അത് തിരഞ്ഞെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഏതാണ് കൂടുതൽ ശരി, ഏതാണ് കുറഞ്ഞ ശരി എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഇന്ന് വളരെ അസാധ്യമാണ്. ഒരുപക്ഷെ ഇതായിരിക്കും എല്ലാ യുദ്ധത്തിൻ്റെയും പിറകിൽ ആരോപിക്കപ്പെടുന്ന ചില കാരണങ്ങൾ. ഇപ്പം നമുക്കറിയാം, ഇസ്രായേലും ഇറാൻ നമ്മൾ യുദ്ധമാണ്. ഇസ്രായേലിന്റെ പക്ഷം കേട്ട് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും അത് ശരിയാണ്, ഈ യുദ്ധം ന്യായമാണ്, അത് ചെയ്യേണ്ടതാണ്. ഇറാന്റെ മറുപടി കേൾക്കുമ്പോൾ അത് ന്യായമാണെന്ന് തോന്നും. അപ്പം ന്യായാന്യായങ്ങളോ രണ്ട് സത്യങ്ങളോ നമ്മുടെ മുമ്പിൽ വന്നാൽ ഏത് തിരഞ്ഞെടുക്കും എന്നത് വലിയ ഒരു പ്രതിസന്ധിയാണ്. സത്യത്തിൽ ഇത് തന്നെയാണ് ബൈബിളിലെ ഈ നല്ല സമറിയാക്കാരൻ്റെ കഥയിലെ ഒരു പ്രമേയം എന്നെനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ആ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്കറിയാം, ഒത്തിരി പരിചയമുള്ള ഒരു പ്രത്യേകമായ ഈശോയുടെ ഒരു പാരബിളാണ്. അത് വളരെ മനോഹരവുമാണ്. ഒത്തിരി അർത്ഥങ്ങളും ബൈബിളിൻ്റെ മുന്നോട്ടും പിന്നോട്ടുള്ള ബന്ധങ്ങളൊക്കെ വ്യാഖ്യാനിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഒരു കാര്യം മാത്രം ചിന്തിക്കാം. തകർക്കപ്പെട്ടു, പിടിക്കപ്പെട്ടു, കവർ ചെയ്യപ്പെട്ടു, അവൻ വഴിയിൽ മൃതപ്രായനായി കിടക്കുകയാണ്. ആ വഴി തന്നെ രക്തത്തിൻ്റെ വഴി എന്ന് ആണ് വിശേഷിക്കപ്പെടുക. ജെറുസലേമിൽ നിന്നും ഉള്ള ഒരു വഴിയാണ്. ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെടുമെന്ന സൂചന പറഞ്ഞുകൊണ്ടാണ് ഈ ഉപമ തന്നെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക. വീണുപോയവനെയും തകർക്കപ്പെട്ടവനെയും പരസഹായമില്ലാതെ ജീവനെ നിലനിർത്താൻ ആവാതെ വരുന്നവരെ സഹായിക്കേണ്ട രണ്ടുപേര് കടന്നു പോവുകയാണ്. പിന്നീട് ഒന്ന് പുരോഹിതനാണ്, മറ്റൊന്ന് ലേവായനാണ്. ഇവരെ കേൾക്കുമ്പോൾ ഇവര് മറുവശത്തൂടെ കടന്നുപോയി എന്നാണ് നമ്മൾ കാണുന്നത്. അവിടെ ന്യായം വളരെ കൃത്യമാണ്, വ്യക്തമാണ്. കാരണം അത് മൃതനായ ഒരാളെ സ്പർശിച്ചാൽ അല്ലെങ്കിൽ മരിച്ചോന്ന് പരിശോധിച്ചാൽ പോലും ഇനി മരിച്ചെങ്കിൽ അശുദ്ധനായി പോകും. ഒരുപക്ഷെ ഈ പുരോഹിതൻ ജെറുസലേം ദേവാലയത്തിലേക്ക് തന്റെ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ ലേവായൻ അങ്ങനെ തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ മറുപക്ഷത്ത് ഭവനത്തിലേക്ക് പോകുന്ന വ്യക്തിയാകാം. എന്തായാലും ഈ മനുഷ്യനെ സഹായിക്കാൻ ചെന്നാൽ ആ പുരോഹിതന്റെ ശുശ്രൂഷയ്ക്ക് ഭംഗം വരും. അദ്ദേഹം ഏതാനും നാളുകൾ അശുദ്ധനായി തന്റെ ശുദ്ധിക്ക് വേണ്ടി കാത്തിരിക്കുകയും തന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സം വരികയും ചെയ്യും. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം മറുവശത്തൂടെ കടന്നുപോയി എന്നത് അദ്ദേഹത്തിന്റെ ന്യായമാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. അദ്ദേഹം അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. ലേവായനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നമുക്ക് തെറ്റ് ആരോപിക്കാൻ പറ്റുമോ? നിയമപരമായി ഇല്ല എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം.